ഈ സർക്കാരിനെ ഹൃദയത്തിൽ സൂക്ഷിക്കും. മാത്രമല്ല ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ ജനതയും ഇടതുപക്ഷത്തിനെ ചേർത്ത് പിടിക്കും. ഒരു തുടർഭരണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഭരണത്തിലേക്ക് എത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കേണ്ടത് മധ്യകേരളമാണ്. മധ്യകേരളം കൂടെ നിൽക്കുന്ന ആരുടെ കൂടെ നിൽക്കുന്നു അവർക്ക് ഭരണത്തിലേക്ക് എത്താമെന്നുള്ളത്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ഉള്ളപ്പോൾ കേരള കോൺഗ്രസ് വിജയം ഒരു നിർണായകമാണ്. അപ്പോൾ മധ്യകേരളത്തിൽ കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് പാർട്ടിക്ക് എത്രയാണോ ലഭിച്ചത് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് എം വിജയിച്ച് മുന്നേറും. അത് വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു മുന്നേറ്റമായിരിക്കും. കേരള സംസ്ഥാനത്തുടനീളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിച്ചത് ഇടത് സർക്കാരാണ്. തീർച്ചയായും ആ ഇടത് സർക്കാരിനെ കേരള ജനത മുന്നേറ്റമുണ്ടാക്കും. അത് തുടർഭരണത്തിലേക്ക് കേരള സംസ്ഥാനം പോകും. 15,000 ഡെഫിസിറ്റ് ആണ് അല്ലേ? ഇത്തവണ പാലായിലെ ജനങ്ങൾ സഹായിക്കുമെന്ന് ഒരു ചിരിയുണ്ട്. അത് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം പാലായിലെ ജനങ്ങളിലുണ്ട്. അതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പോകേണ്ടി വന്നു. അവിടെയൊക്കെ ഞാൻ കാണുന്നത് അനുകൂലമായ ഒരു പ്രതികരണമാണ് ഇടതുപക്ഷത്തിനോടൊപ്പം ഉള്ളത്. അല്ല, അതിനകത്ത് ഒരു കാരണം ഒന്ന് രാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് ഇന്നറിയാം, ഇന്ന് എൻ്റെ പിതാവ് അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസമാണ്, മാൽസാറിൻ്റെ ഓർമ്മ ദിവസമാണ്. 7 വർഷക്കാലം മുമ്പ് ഇതുപോലെ ഒരു ദിവസമാണ് ഈ നാടിൽ നിന്ന് വിട പറഞ്ഞത്. പ്രത്യേകിച്ച് പാലാക്കാരെ സംബന്ധിച്ചുള്ളൊരു വികാരമാണ്. അവിടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു അനുസ്മരണമായിട്ട് ഒരു പ്രാർത്ഥന ഇട്ടപ്പോൾ അതിനെതിരെ സൈബർ അറ്റാക്ക് വ്യക്തിഗത ചെയ്തുകൊണ്ട് ഇടുക എന്ന് പറയുന്നത് എത്ര മോശമായ ഒരു ചിന്താഗതിയാണ് ഈ എതിരാളികൾക്ക്. അല്ലെങ്കിൽ എന്താണ് മാണിസാറിനോടല്ലേ അച്ചാച്ചനോട് ഇത്ര വിരോധം എന്ന്. കാരണം നമുക്കറിയാം അത് എന്താണ് അതിൻ്റെ പിന്നിൽ, ആരാണ് അതിൻ്റെ പിന്നിൽ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊരു വലിയ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല, പക്ഷേ കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലമായി ഒരു തരത്തിൽ പറഞ്ഞാൽ മൽസാറിൻ്റെ അച്ചാച്ചൻ്റെ മരണത്തിന് മുമ്പായിട്ട് തുടങ്ങി വെച്ച ഒരു മാസ്റ്റർ പ്ലാനാണ്. പക്ഷേ മാസ്റ്റർ പ്ലാൻ അതിനേക്കാളും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പ്രാവശ്യം പോളിംഗ് ശതമാനം ഏതൊക്കെയാലും കൂടുതലുണ്ടാവും. ഞാൻ കാണുന്ന ഒരു 80% കാണും. കാരണം വളരെയധികം ആളുകൾ SIR-മായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മരണമടഞ്ഞവരെ മാറ്റിയിട്ടുണ്ട്, അതുപോലെ ഇല്ലാത്തവരെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഒരു പോളിംഗ് ശതമാനം കൂടുതൽ തന്നെയാവും. അതൊന്ന് മറ്റ് 2 മുന്നണികളോട് ചോദിക്കണേ, എനിക്ക് അറിഞ്ഞുകൂടാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.